ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറാണ്. അത് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും. അതായത് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതുവാണെങ്കിൽ ടീച്ചർ ആദ്യം എഴുതുന്ന ആളുടെ ആദ്യം ഏറ്റവും അടിയിൽ പോകും, ഏറ്റവും ഒടുവിൽ എഴുതി പോകുന്ന ആളുടെ ആയിരിക്കും ഏറ്റവും മുകളിലിരിക്കുക. അപ്പം അതായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പം ആ മെക്കാനിസമാണ് ലാസ്റ്റ് ഇൻ, ഒടുവിൽ വന്നിട്ട് ഫസ്റ്റ് ഔട്ട്. ഒടുവിൽ വന്ന ആൾ ആദ്യം പോകുന്നു. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ മെക്കാനിസം. നമുക്കിപ്പോൾ ഈ മെക്കാനിസം ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു വൈൽ ലൂപ്പിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വേരിയബിൾ സെറ്റ് ചെയ്യുന്നു, ആൻസർ എന്ന് പറഞ്ഞിട്ട്. അതിനെ ഞാൻ ആദ്യം എസ് എന്നിരിക്കട്ടെ. ഇത് നമ്മളോട് ഓരോ പ്രാവശ്യവും ചോദിക്കും നമുക്ക് അടുത്തത് ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഓരോ ഫ്രൂട്ടായിട്ട് ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും. അപ്പം ഓരോ ഫ്രൂട്ടായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം ഈ ഇൻപുട്ട് വെക്കേണ്ട, യൂസർ ഇൻപുട്ട്. അതൊരു ലൂപ്പിൽ, വൈൽ ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ചോദിക്കുമ്പോൾ എസ് അല്ലെ നോ കൊടുക്കാം. എസ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ആയിക്കോളും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളൊരു വൈൽ ലൂപ്പ് ഇവിടെ വയ്ക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആൻസർ, നമ്മുടെ ആൻസർ ഈക്വൽസ് യെസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ആ രീതിയിൽ ഒരു വൈൽ ലൂപ്പ് സെറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ട്, സിംഗിൾ ഫ്രൂട്ട് ഗെറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ഇൻപുട്ട് എന്ന് ഉള്ളൊരു ഫംഗ്ഷനെ യൂസ് ചെയ്യും, യൂസർ ഇൻപുട്ട് ഗെറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ പറയുന്നു എൻ്റർ എ ഫ്രൂട്ട് നെയിം. എൻ്റെ ഫ്രൂട്ട് നെയിം എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നതിനകത്തോട്ട് ആ ഫ്രൂട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ഫ്രൂട്ട്സ് ഡോട്ട് അപ്പെൻഡ്, അപ്പെൻഡിനകത്തോട്ട് ഈ കിട്ടിയ ഫ്രൂട്ട് നമ്മൾ അതിനകത്തോട്ട് വയ്ക്കുന്നു. ഇനി നമ്മൾക്ക് ചോദിക്കണം, യൂസറിനോട് ചോദിക്കണം അടുത്ത ഫ്രൂട്ട് എൻ്റർ ചെയ്യണമെന്ന്. അതിനുവേണ്ടി നമ്മൾ ആൻസറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ വേരിയബിളിലോട്ട് ഒരു യൂസർ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അതെന്തായിരിക്കും? ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. ഇവിടെ യൂസറിന് മനസ്സിലാകുന്ന രീതിയിൽ y/n, സ്മോൾ ലെറ്റർ y/n ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും ഇത് വെക്കുമ്പോൾ നമുക്ക് ഈ വൈൽ ലൂപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആരെങ്കിലും n എന്ന് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇത് വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യുന്നത്, ഓരോ പ്രാവശ്യവും അത് ചെക്ക് ചെയ്യുന്നത് ആൻസർ അതിനകത്ത് y ആണെന്ന്. നമ്മൾ n കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരിയബിളിലെ വൈക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൻസർ y എന്നുള്ള വാല്യൂ ആയിരുന്നു. ഇത് n എന്നോ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മുടെ ഈ വൈൽ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആകും. എന്നിട്ട് നമുക്കിനി അതൊന്ന് പ്രിന്റ് ചെയ്യണം. ഓരോ പ്രാവശ്യവും ഈ നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം എത്ര ആയെന്ന്. നമുക്കൊന്ന് കാണണമെങ്കിൽ നമുക്കിവിടെ പ്രിന്റ് എന്ന് പറയാം, പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് പറയാം. സോ ഇത് നമുക്കിപ്പം ഒന്ന് റൺ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മളോട് അത് ഫ്രൂട്ട് നെയിം ചോദിക്കുന്നു. ഞാനിവിടെ ആപ്പിൾ എന്ന് എൻ്റർ ചെയ്യുന്നു. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ചോദിക്കുന്നു, എസ് കൊടുക്കുന്നു. ഇവിടെ അപ്പോൾ ആപ്പിൾ വന്നിട്ടുണ്ട് ഫ്രൂട്ട്സിനകത്തോട്ട്. ഈ ഫ്രൂട്ട്സ് എന്നുള്ളതാണ് നമ്മൾ ലിസ്റ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കൊടുക്കുന്നു. സോ ഓറഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണിത്. ഇപ്പം ഞാനിവിടെ നോ കൊടുക്കുന്നു. സോ ഇത് 3 നമ്മൾ എൻ്റർ ചെയ്യും. ഈ രീതിയിലാണ് നമ്മളുടെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഡിലീറ്റ് ചെയ്യണം. ഇത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ആദ്യം നമ്മൾ വന്നത് ആപ്പിള്, പിന്നെ ഓറഞ്ച്, പിന്നെ മാംഗോ. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് ലിസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ആ ലിസ്റ്റിലോട്ട് നമ്മൾ വാല്യൂസ് ഗെറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത്? ഒടുവിൽ വന്ന ആൾ ആദ്യം പോകണം. അതായത് മാംഗോ പോകണം, അതിനുശേഷം ഓറഞ്ച് പോകണം, പിന്നെ ആപ്പിൾ പോകണം. ആ രീതിയിലുള്ളൊരു ഡിലീറ്റ് മെക്കാനിസമാണ് നമ്മൾ വെക്കേണ്ടത് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഒരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആൻസർ വീണ്ടും നമ്മൾ എസ് ആക്കി സെറ്റ് ചെയ്യുക.
കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അത് വരത്തില്ല, ലൂപ്പിലോട്ട് അത് കയറില്ല. എന്നിട്ട് ഇവിടെ ഒരു വൈൽ ലൂപ്പ് പറയുക. വൈൽ സെയിം ആൻസർ ഈക്വൽ എസ്, ആൻസർ എസ് ആയിരിക്കുന്നിടത്തോളം ഇത് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആൻസറിലോട്ട് വാല്യൂ കയറ്റുക. ആൻസർ ഈക്വൽസ് ഇൻപുട്ട്. ഇവിടെ ഡു യു വാണ്ട് ടു ഡിലീറ്റ് ഫ്രൂട്ട് എന്ന് ചോദിക്കുക. ഇവിടെ നമ്മൾ y/n ആണ് ഗെറ്റ് ചെയ്യുന്നതെന്ന് യൂസറിന് കാണിക്കുക. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈഫ് വയ്ക്കുക. ഈഫ് ഈ ആൻസർ ഈക്വൽ എസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതങ്ങ് ഡിലീറ്റ് ചെയ്യണം ലിസ്റ്റിൽ നിന്ന് ആ ഫ്രൂട്ടിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ fruits.pop എന്ന് പറയുക. ഇവിടെ ഇൻഡെക്സ് കൊടുക്കണ്ട, പോപ്പ് എന്ന് പറയുക. എന്നിട്ട് നമുക്കൊന്ന് ഓരോ പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുന്ന കാണണമെങ്കിൽ നമുക്ക് പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് പറയുക. സോ ഇത്രയുമേ ഉള്ളൂ. നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് പുതിയ കൺസോളിലൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ആപ്പിൾ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ യെസ് കൊടുക്കുന്നു. ഞാൻ ഓറഞ്ച് കൊടുക്കുന്നു. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ യെസ്. മാംഗോ കൊടുക്കുന്നു. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. ഇവിടെ ഞാൻ നോ കൊടുക്കുക. ഇത്ര നമുക്കിപ്പോൾ 3 ആയി. സോ ഇപ്പോൾ ആപ്പിള്, ഓറഞ്ച്, മാംഗോ. അപ്പോൾ ഡു യു വാണ്ട് ടു ഡിലീറ്റ് എ ഫ്രൂട്ട് എന്നുണ്ട്. ഞാനിവിടെ എസ് എന്ന് കൊടുത്താൽ പോകേണ്ടത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഒടുവിൽ വന്നാൽ ആദ്യം വേണം. മാംഗോ ആണ് പോകേണ്ടത്. സോ മാംഗോ പോയിട്ടുണ്ട്. ഡു യു വാണ്ട് ടു ഡിലീറ്റ് എ ഫ്രൂട്ട് യെസ്. അടുത്ത് നമ്മൾ ഓറഞ്ച് പോയിട്ടുണ്ട്. അടുത്ത് ഇനി ആപ്പിൾ മാത്രമേ ഉള്ളൂ. സോ ഡിലീറ്റ് എസ് കൊടുത്തുന്നു. അവിടെ ഇപ്പോൾ ആപ്പിളും പോയി. ഇനി നമുക്ക് നോ കൊടുത്തത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. സോ ഈ പ്രോഗ്രാം എൻ്റെ വീഡിയോ കണ്ടു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാക്ക് എന്ന് പറഞ്ഞ മെക്കാനിസം. അപ്പോൾ ഇത് ഡാറ്റ സ്ട്രക്ചറിൻ്റെ പാർട്ടായിട്ടാണ് സ്റ്റാക്കും വരുന്നത്. അടുത്ത നമ്മൾ വീഡിയോയിൽ ക്യൂ എന്നുള്ള ഒരു മെക്കാനിസത്തിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.